സാർ ആം ആദ്മി പാർട്ടി അടപടലം പൂട്ടിയോ? ഏതാണ്ട് ആ ദിശയിലേക്കാണ് ആം ആദ്മി പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബൽസാക്ക് എന്ന് പറയുന്ന ഒരു വലിയ തത്വചിന്തകനുണ്ട്. അപ്പോൾ അയാൾ പറയാറുണ്ട്, അയാളുടെ ഒരു പ്രോവർബ്, അയാൾ പറയാറുള്ളൊരു വാക്യമുണ്ട്, ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ദർ ഇസ് എ ഗ്രേറ്റ് ക്രൈം എന്ന് പറയും. അതായത് എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ ഐശ്വര്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ഭാഗ്യങ്ങളുടെയും പിന്നിൽ ഒരു ക്രൈം കൂടി ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ മരിയോ പുസോ എന്ന് പറഞ്ഞൊരു വലിയ എഴുത്തുകാരനുണ്ട്, ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞ് നോവൽ എഴുതിയ ആളാണ്, വിഖ്യാത സിനിമയൊക്കെ ആയത്. അപ്പോൾ ഈ ഗോഡ് ഫാദറിൻ്റെ ഓപ്പണിംഗ് പേജിൽ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്, ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ദർ ഇസ് എ ബിഗ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലും വളരെയധികം അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വലിയ ക്രിമിനൽ കോൺസ്പിറസിയുടെ ഔട്ട്പുട്ടാണ് ഈ ആം ആദ്മി പാർട്ടി. ഈ പാർട്ടിനെ കുറിച്ച് അത് വന്ന് ഫ്ലറിഷ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത്, അമേരിക്കയിലുള്ളൊരു സുഹൃത്തുണ്ട്, ശ്രീ അയ്യർ എന്ന് പറഞ്ഞു, അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഈ ആം ആദ്മി പാർട്ടിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ഉണ്ട്. അതൊരു പുസ്തകം എഴുതി, ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ ആ പുസ്തകം അങ്ങ് അവോയ്ഡ് ചെയ്തു. പക്ഷേ എനിക്കത് കിട്ടി, ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടാണ് ഈ പാർട്ടി ഫ്ലറിഷ് ചെയ്തു വന്നതും ഇപ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പെട്ടെന്ന് ആം ആദ്മി വരുമെന്ന് നമ്മളാരും പണ്ട് വിചാരിച്ചു. കാരണം അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ വ്യക്തിയെ മുൻനിർത്തി, എനിക്കത് കാണുമ്പോൾ ഓർമ്മ വന്നത്, പണ്ട് നമ്മൾ ഗാന്ധിജീനെ മുൻനിർത്തിയിട്ട് നെഹ്റു കളിച്ചൊരു കളിയുണ്ടല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യവും. ആ ഫോട്ടോസൊക്കെ കാണുമ്പോഴും ആ ഒരു വലിയ മൈതാനത്തുള്ള ആ ഒരു സമ്മേളനമൊക്കെ കാണുമ്പോൾ, കാരണം പണ്ട് ഗാന്ധിജീനെ സത്യാഗ്രഹത്തിനിരുത്തും, സൈഡിൽ എപ്പോഴും നെഹ്റു ഉണ്ടാവും. ആ ഒരു സ്റ്റൈലല്ലായിരുന്നു അവർ ഫോളോ ചെയ്തത്. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഈ അണ്ണാ ഹസാരനെ കൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിരാഹാരം ഇരുത്തിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. ആരാ? ഈ അരവിന്ദ് കേജ്രിവാൾ. ഈ അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു ഒന്നാന്തരം ഫ്രോഡായിരുന്നു. അയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഈ IRS നിന്ന് അയാൾ രാജിവെക്കാനായിട്ട് തക്ക കാരണമുണ്ടായിരുന്നു. ഇയാൾക്ക് വിദേശ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ ഫണ്ടൊക്കെ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്നു. ഇന്ത്യയിൽ ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനൊക്കെ മുമ്പ് തന്നെ ഇയാൾ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. ഈ ഇന്ത്യയിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലും മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ ഇയാൾ മുൻപന്തിയിൽ നിന്നിരുന്നു. ഈ നമ്മളിപ്പോൾ പറയുന്ന അർബൻ നക്സലൈറ്റുകളുടെ ഒരു മുൻപന്തിയിലുള്ള ഒരു നേതാവായിരുന്നു ഇയാൾ. മുഴുവൻ അഭിനയത്തിൽ കൂടിയാണ് ഈ ജനങ്ങളുടെ പിന്തുണ നേടിയത്. ഇലക്ഷൻ്റെയൊക്കെ സമയമാകുമ്പോഴേക്കും എന്നും ചുമ വരും, ഇങ്ങനെ ചുമച്ചുകൊണ്ട് മഫ്ലർ കെട്ടി ചുമച്ച് ആൾക്കാരുടെ മുമ്പിൽ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ നമ്മുടെ മമതാ ബാനർജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയത് എങ്ങനെയാണെന്നറിയില്ല, കൈയും കാലും ഒടിഞ്ഞ് കട്ടിൽ കിടക്കണ പോലെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലായിടത്തും കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഓടി നടക്കുക എല്ലായിടത്തും, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയായിരുന്നു. അതെ. അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്, അതിലും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് അരവിന്ദ് കേജ്രിവാൾ. അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഇന്ത്യ ബാക്കി ഉണ്ടാവുമെന്നുകൂടി സംശയമാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു കോൺട്രാസ്റ്റ്, ഇപ്പം പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി മാൻ, അയാളെ ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ മാനിനെ മാറ്റിയിട്ട് ഇയാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ആവാൻ ശ്രമം നടത്തിയതാണ്. അന്ന് ആം ആദ്മി പാർട്ടിയിലുള്ള ഒരു വിഭാഗത്തിൻ്റെ ശക്തിയായ എതിർപ്പുകാരനാണ് അയാൾക്ക് മാറി നിൽക്കേണ്ടി വന്നത്. അത് മാത്രമല്ല, അയാൾ കഴിഞ്ഞ ദിവസം അയാൾ വാർത്തയിലുണ്ടായിരുന്നു, ആ ഡൽഹി എക്സൈസ് പോളിസി കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കുറേ ദിവസം ജയിലിലൊക്കെ ആയിരുന്നു അയാൾ. അപ്പോഴാണ് മറ്റേ അതിഷി എന്ന് പറഞ്ഞ വനിത അയാൾക്ക് പകരം മുഖ്യമന്ത്രിയായത്. ഇയാളും സിസോഡിയ, ഇവർ രണ്ടുപേരും ജയിലിലായി കഴിഞ്ഞപ്പോൾ പകരം സീനിയർ മോസ്റ്റ് നേതാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് അവരെയൊക്കെ പേടിയായിരുന്നു. അങ്ങനെയാണ് ഈ അതിഷിയെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കിയത്. അവരെ കാണുമ്പോഴേ അറിയാം അവരൊരു ഫ്രോഡ് വനിതയാണെന്നുള്ള കാര്യം അറിയാം. അതെന്തെങ്കിലും ആട്ടെ, ഈ ഡൽഹി എക്സൈസ് പോളിസിയിൽ ഇയാളെ ഒരു ഡൽഹി കോടതി വെറുതെ വിട്ടു. ഇയാൾക്കെതിരായിട്ടുള്ള നടപടികളൊക്കെ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടു. ദെൻ യു നോ വാട്ട് ഹാപ്പൻഡ്? CBI ആണ് കേസ് അന്വേഷിച്ചത്. CBI ആ വിധി റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിനെ സമീപിച്ചു.
അപ്പീൽ കൊടുത്തു. ഹൈക്കോടതിയിലല്ല, സ്പെഷ്യൽ കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഈ ഈ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഒരു വനിതാ ജഡ്ജുണ്ട്. ആ വനിതാ ജഡ്ജ് ഈ കേസ് പരിഗണിക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ കുറേ അധികം തന്ത്രങ്ങൾ എടുത്ത് പയറ്റി. ഇവരെ ഈ കേസിൽ നിന്ന് റെക്യൂസ് ചെയ്യണം, ഇവരുടെ ബെഞ്ചിൽ ഈ കേസ് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ കഴിഞ്ഞ ദിവസം തള്ളി. കോടതി അയാളെ ശക്തിയായിട്ട് വാൺ ചെയ്തു, മേലായി പരിപാടിയും കൊണ്ട് ഇവിടെ വരരുത്. അതായത് ബാർ ഹോപ്പിംഗ് അല്ലെങ്കിൽ ബാർ ഷോപ്പിംഗ്, അതായത് തനിക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കാൻ ഏത് ജഡ്ജിനാണോ, ഏത് ജഡ്ജിൽ നിന്നാണോ സാധിക്കുക, അങ്ങനെ ജഡ്ജിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വനിതാ ജഡ്ജ് അവർ വളരെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനെ വളരെയധികം ആദരിക്കുകയും നീതിന്യായ വ്യവസ്ഥയോട് ആദരവുള്ള ഒരു ജഡ്ജായിരുന്നു. അധികം പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരിയാണ് അവർ പറഞ്ഞു ഈ പണി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അവർ റെക്യൂസ് ചെയ്യുന്ന പ്രശ്നം ഉദിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസിലായിക്കോ കോടതി അയാളെ താക്കീത് ചെയ്തു. ആരെ? ഈ അരവിന്ദ് കേജ്രിവാളിന്. അതിനിടയ്ക്കാണ് രാഘവ് ചഡ്ഡ എന്ന് പറയുന്ന പാർലമെന്റ് മെമ്പർ ഇന്നിപ്പോൾ BJP ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ അയാൾ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട്. ഏതോ വനിതാ നേതാവ് കൂടി മാറിയിട്ടില്ലേ? അതെ, സ്വാതി മഹ്ലിവാൾ. അവർ വളരെ നല്ല ഒരു രാജ്യസഭാ മെമ്പറാണ്. അവരെന്തോ ഒരു കാര്യം സത്യം തുറന്നു പറഞ്ഞതിനാണ് അവരെ ഇങ്ങനെയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പറ്റിയിട്ട് അവരിപ്പോഴും കൂറുമാറിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ മട്ടിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂറുമാറുന്ന കാലം അതിവിദൂരമല്ല. പക്ഷെ അവരുടെ ടേം കഴിഞ്ഞാൽ അവർ BJPയിലേക്ക് മാറുമായിരിക്കും അവർ. അപ്പോൾ ഇയാളുടെ കറപ്ഷൻ ചാർജസിനൊക്കെ ഇയാൾ എല്ലാം തന്ത്രപ്രധാനമായ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സമരം പിൻവലിക്കുക എന്നുള്ളതാണ് ഇയാളുടെ തന്ത്രം. ഇയാൾ ആരെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്യണം അവരിൽ നിന്നെല്ലാം ഇയാൾ ഫണ്ട് കളക്ഷൻ ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീ അയ്യരുടെ ഒരു പുസ്തകത്തിൽ പുള്ളി ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ഡീല് നടത്തുന്ന ലീഡറായി മാറി. അയാളൊരു മാഫിയ ബോസാണ് യഥാർത്ഥത്തിൽ. അയാളൊരു മാഫിയ ബോസാണ്. അയാളുടെ പല എന്താ പത്രസമ്മേളനത്തിൽ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്ന് സംബന്ധിച്ച വീഡിയോ ഒക്കെ ആരോ സ്റ്റിങ് ഓപ്പറേഷൻ വഴി പുറത്തു വന്നതാണ്. പക്ഷെ പ്രത്യേകിച്ച് ഈ അരവിന്ദ് കേജ്രിവാളിനെതിരെ ആയത് കാരണം ആ വീഡിയോ ഒന്നും അധികം പബ്ലിസിറ്റി കിട്ടിയില്ല. നമ്മുടെ ആൾക്കാർക്ക്, ഈ ഇന്ത്യയിലുള്ള മാധ്യമ പ്രവർത്തകർക്കും ഈ അർബൻ നക്സലൈറ്റുകളും ഇതുപോലെ സോ കോൾഡ് സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കും BJPനെ RSSനെയാണല്ലോ ടാർഗറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത്. അത് ടാർഗറ്റ് ചെയ്തിട്ട് ഒരിടത്ത് എത്തണമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ, നിർവാനെ മുൻ കരസേനാ മേധാവി, അയാൾ പറഞ്ഞു രാഹുൽ ഗാന്ധി ശുദ്ധ അസംബന്ധം നുണയാണ് അയാളെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നത്, അയാളെ മിസ്കോട്ട് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് പറയണത്, പ്രശ്നം നടന്നിട്ട് 3 മാസം 4 മാസമായി. ഇയാൾ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അതെന്തെങ്കിലും ആട്ടെ. അതേപോലെ ഈ ഇയാൾക്കെതിരെ അരവിന്ദ് കേജ്രിവാളിനെതിരെ ആരോപണം വന്നപ്പോൾ ഒന്നും ആൾക്കാർ, മാധ്യമങ്ങളൊക്കെ അത് തന്ത്രപൂർവ്വം മുക്കി വയ്ക്കുകയാണ് ചെയ്തത്. ഈ ശ്രീ അയ്യരുടെ പുസ്തകത്തിനകത്ത് ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയും അതുപോലെ തളർച്ചയും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇയാൾ ഒരു നല്ല കഥാപാത്രമല്ല. ഇയാളൊരു വനിതാ എന്താ പറയുന്നത്, ഒരു എന്താ പറയുക, സ്ത്രീ ലംബടനാണ് ഇയാൾ. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളല്ലേ ഇപ്പം നമുക്ക് ആത്മാവിപ്പയുടെ തകർച്ച തുടങ്ങിയതിന് ശേഷം പുറത്തേക്ക് ഓപ്പണായിട്ട് പുറത്തേക്ക് വരുന്ന ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എന്തായിരിക്കും കാരണം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പലരും പ്രതീക്ഷിച്ചിരുന്നു ഒരു ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള പ്രസ്ഥാനം വന്നപ്പോൾ. ഞാനത് മഹാത്മാഗാന്ധിയുടെ PA ഉണ്ടായിരുന്നു ഡൽഹി, ഇവിടെ മദ്രാസിൽ. അയാളുടെ പേര് കല്യാണം എന്നായിരുന്നു. ഈ കല്യാണം, വെങ്കിട്ടറാം കല്യാണം. അയാൾ വരെ ഈ 94-ാമത്തെയോ 95-ാമത്തെയോ വയസ്സിൽ ഈ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ ക്യാമ്പയിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ വന്ന നിരാഹാരമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വാർത്തയെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യനെ വരെ എന്താ ഇളക്കി ഇങ്ങനെ ഒരു. പക്ഷേ ഇവരാരും ഇയാളുടെ രാഷ്ട്രീയ ഐഡിയോളജി, പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനായിട്ടുള്ള സ്വപ്നം ഇയാൾക്കുണ്ടെന്നുള്ളവർ അന്നൊന്നും ഇവരാരും മനസ്സിലാക്കിയില്ല. ഇയാൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അന്നാ ഹസാരെ പറഞ്ഞിരുന്നു ശരിയാവില്ല ഇത്, ഞാനറിയണ അരവിന്ദ് കേജ്രിവാൾ അല്ല
ഇത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള പ്രസ്ഥാനം തുടങ്ങിയെന്ന് അന്ന് അണ്ണാ ഹസാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് യാഥാർത്ഥ്യമായി. അത് ഇനിയിപ്പോൾ അത് ഇനി ഛിന്ന ഭിന്നമായി പോയി. ഇതുപോലെയുള്ള വേറെ പലരും ആം ആദ്മി പാർട്ടിയിൽ നിന്നും രംഗത്തേക്ക് വരും. അവർ ഒന്നിൽ BJPയിലേക്കോ അപ്പോൾ അല്ലെങ്കിൽ ഈ ഡൽഹിയിലെ മൊത്തമല്ല, മൊത്തം ഇന്ത്യയിലെ ആം ആദ്മി പ്രവർത്തകരെല്ലാം ഇപ്പോൾ ഏകദേശം BJPയിലേക്ക് വരുന്ന ഒരു ലൈനാണ് ഇന്നിപ്പോൾ ഈ നിമിഷം പോലും പത്രസമ്മേളനങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ശരിയല്ലേ? BJPയിലേക്ക് തന്നെ കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ കുറേ ബുദ്ധിജീവികളും സോഷ്യൽ ആക്ടിവിസ്റ്റുകളൊക്കെ അവർ ഉണ്ട്. വരില്ലല്ലോ. അവർ മാർക്സിസ്റ്റ് പാർട്ടിയിലേ പോവുള്ളൂ. അതല്ലെങ്കിൽ മാവോയിസ്റ്റോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പോവുക. ഒരു ഗതിയും കിട്ടിയിട്ടില്ലെങ്കിൽ BJPയിൽ അവർ വരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അവർ BJP ചേർന്നാൽ BJPയിലുള്ളവരൊക്കെ പുറത്തു പോകും. അത്ര നല്ല ക്വാളിറ്റി ഉള്ളവരാണ് ഈ കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ദിവസങ്ങൾ എണ്ണി കഴിഞ്ഞു. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ്, അല്ലെങ്കിൽ ഫ്യൂ മന്ത്സ് ഇൻഫാക്റ്റ്. അതിന് മുമ്പ് പാർട്ടിയുടെ കച്ചവടം തീരും. അപ്പോൾ ആം ആദ്മി പൂട്ടുമെന്ന് ഉറപ്പാണ്. ഒപ്പിട്ടുന്ന ഉറപ്പാണ്. വേറൊരു രാഷ്ട്രീയ പാർട്ടി, ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുകയായിരിക്കും. പക്ഷെ അരവിന്ദ് കേജ്രിവാളിൻ്റെ രാഷ്ട്രീയ ജീവിതം തൽക്കാലത്തേക്ക് അതിന് ആദ്യത്തെ ഘട്ടത്തിന് വിരാമമായി. ഇനി അയാൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ളത് അയാളുടെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കന്മാർ അവരെ ഉപദേശിച്ചു കൊടുക്കുകയായിരിക്കും. ഞാൻ എഴുതി തള്ളണമൊന്നുമില്ല, അയാളുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ 10 വർഷം ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് 10 വർഷത്തോളം ഭരിച്ചതല്ലേ അയാൾ. അപ്പോൾ ഉണ്ടാവും. ഹി വിൽ ബി അറൗണ്ട് ഫോർ ക്വൈറ്റ് സം ടൈം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടാവുക നമുക്ക് അറിയാൻ പാടില്ല.